2 വൃക്കകളും പ്രവർത്തനരഹിതമായി ഡയാലിസിസ് നിർദ്ദേശിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതം അതിനു തൊട്ടു മുമ്പുള്ള ദിവസത്തേക്കാൾ കീഴ്മേൽ മറിയുന്നു. ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്ന രോഗകാലമാണ് ഇവിടെ തുടങ്ങുന്നത്. ഇനി മുതൽ ഓരോ ദിവസത്തിന്റെ ഇടവേളയിലും ഡയാലിസിസിന് വിധേയമാവണം. ശരീരം മെഷീനിലേക്ക് ബന്ധിപ്പിച്ച് 4 മണിക്കൂർ നിശ്ചലമായുള്ള കിടത്തമാണിത്. അതുമാത്രമല്ല, കുടിക്കാൻ കഴിയുന്ന വെള്ളത്തിന്റെ അളവ് ഏതാനും മില്ലിലിറ്ററുകളായി കുറയും. സങ്കല്പിക്കാൻ കഴിയുന്നതിലുമേറെ ശൂന്യതയിലൂടെയാണ് നമുക്ക് ചുറ്റുമുള്ള ഓരോ വൃക്കരോഗിയും കടന്നു പോകുന്നത്. ആശുപത്രിയിൽ വെച്ച് ഡയാലിസിസ് ചെയ്യാൻ ശരാശരി 1000 രൂപ നൽകണം. ആഴ്ചയിൽ 3 വട്ടം ചെയ്യുമ്പോൾ ഒരു മാസത്തേക്ക് 13,000 രൂപയായി. 8 ഡയാലിസിസ് കഴിയുമ്പോൾ ഡയാലിസറും ബ്ലഡ് ട്യൂബിംഗ് സെറ്റും മാറ്റിവെക്കേണ്ടതുണ്ട്. ഏതാണ്ട് 1500 രൂപ. പ്രമേഹവും രക്തസമ്മർദ്ദവും ഹൃദ്രോഗവും അങ്ങനെ പല അസുഖങ്ങളും കൂടെ കൊണ്ട് നടക്കുന്നവരാണ് രോഗികളിൽ അധികവും. ടാബ്ലറ്റുകൾക്ക് മാത്രം ചുരുങ്ങിയത് 3000 രൂപ ചെലവാകും. ഇരിത്രോപോയറ്റീൻ, അയൺ എന്നീ ഇഞ്ചക്ഷനുകൾ ആഴ്ചയിൽ 1 വീതം 4000 രൂപ. പിന്നെ ഡോക്ടർ കൺസൾട്ടേഷനും ബ്ലഡ് ടെസ്റ്റും 1500 രൂപ. ഇതിനെല്ലാം പുറമെയാണ് യാത്രാ ചെലവുകളും ഭക്ഷണവും. ഏറ്റവും ചുരുങ്ങിയത് 25,000 രൂപയെങ്കിലും ഇല്ലാതെ ഒരു മാസം രോഗിക്ക് മുന്നോട്ട് പോകാനാവില്ല. രോഗവും ദാരിദ്ര്യവും ഒരുമിച്ച് വരുന്നതാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും സങ്കടകരമായ അനുഭവം. പരിമിതമായ സർക്കാർ സംവിധാനങ്ങളിൽ അവസരം കിട്ടാത്തവർ എന്തു ചെയ്യും? ഇത്രമേൽ വലിയ തുക സ്ഥിരമായി നൽകുക എന്നത് വ്യക്തികൾക്കോ സംഘടനകൾക്കോ ദീർഘകാലം സാധ്യവുമല്ലല്ലോ. അനിവാര്യമായ ഈ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് തളങ്കര KS അബ്ദുൽ ആശുപത്രി കെട്ടിടത്തിൽ വാടകയ്ക്കെടുത്ത 2 മെഷീനുകളുമായി 2018 നവംബർ 12 അഭയം ഫ്രീ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത്. ചുറ്റുമുള്ള കുറച്ചു രോഗികൾക്കെങ്കിലും ആശ്വാസം പകരാമല്ലോ എന്ന ആലോചനയായിരുന്നു അതിനു പിന്നിൽ. എന്നാൽ ഡയാലിസിനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടുത്തുന്ന മറ്റൊരു വശം കൂടിയുണ്ട്. 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ പ്രക്രിയ ഒരു മെഷീനിൽ പ്രതിദിനം 2 3 മാത്രമേ ചെയ്യാനാവൂ. 2 ദിവസത്തിലൊരിക്കൽ ഇതേ രോഗികൾ ആവർത്തിക്കുകയാണല്ലോ. മെഷീനുകളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നവരുടെ പരിധി തികയുമ്പോൾ അപേക്ഷയുമായി വരുന്ന അടുത്ത വ്യക്തി വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് പോകും. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ജീവിതകാലത്ത് ഡയാലിസിസ് നിർത്താനുമാവില്ല. അതായത് ഊഴത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ആദ്യത്തെ ആൾക്ക് അവസരം കിട്ടണമെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു രോഗി മരിക്കണം. അഭയവും കടന്നുപോയത് സമാനമായ സാഹചര്യത്തിലൂടെയായിരുന്നു. പൈസയില്ലാത്ത കാരണം കൊണ്ട് ഒരാൾക്ക് നിഷേധിക്കപ്പെടേണ്ടതാണോ ജീവൻ നിലനിർത്താനുള്ള അവകാശം? അങ്ങനെയൊരു നിർബന്ധിതാവസ്ഥയിലാണ് 2019 ജൂണിൽ അഭയത്തിന്റെ ആദ്യത്തെ വിപുലീകരണം സംഭവിക്കുന്നത്. വാടകയിലുള്ള 2 മെഷീനുകൾക്ക് പകരം 5 പുതിയ മെഷീനുകൾ സ്ഥാപിച്ചു. അതുവരെ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടായിരുന്ന അർഹതപ്പെട്ടവർക്കെല്ലാം അവസരം നൽകി. ഘട്ടം ഘട്ടമായി പുതിയ രോഗികൾ വന്നുകൊണ്ടേയിരുന്നു. 5 മെഷീനുകളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നവരുടെയും പരിധി പൂർത്തിയായ 2020 അപ്രതീക്ഷിതമായ കോവിഡ് ലോക്ക്ഡൌണും കടന്നു വരുന്നത്. പല ചികിത്സകൾക്കും എന്ന പോലെ ഡയാലിസിസിനും അതിർത്തിക്കപ്പുറത്തെ മംഗലാപുരത്തെയാണ് കാസർഗോട്ട് പല രോഗികളും ആശ്രയിച്ചിരുന്നത്. കർണാടക സർക്കാർ കോവിഡ് വ്യാപന ഭീതിയിൽ പ്രവേശനാനുമതി നിഷേധിച്ചതോടെ അങ്ങോട്ട് പോകാനാവാതെ വൃക്കരോഗികളും വലിയ പ്രതിസന്ധിയിലായി. അടിയന്തര സാഹചര്യത്തിൽ നിലവിലുള്ള 5 മെഷീനുകളിൽ കൂടുതലായി 2 ഷിഫ്റ്റുകൾ കൂടി പ്രവർത്തിപ്പിച്ച് ആശങ്കയിലായ രോഗികൾക്ക് ഡയാലിസിസ് നൽകാൻ അഭയം തീരുമാനിച്ചു. 21 പുതിയ രോഗികൾക്കാണ് അന്ന് അവസരം നൽകിയത്. 2 മാസത്തിന് ശേഷം 2 മെഷീനുകൾ കൂടി സ്ഥാപിച്ചതോടെ അഭയത്തിലെ മെഷീനുകളുടെ എണ്ണം 7 വർദ്ധിച്ചു. കോവിഡ് നൽകിയ തിരിച്ചറിവും ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന രോഗികളുടെ എണ്ണവും മതിയായ സൗകര്യങ്ങളോടുകൂടിയ ഒരു ഡയാലിസിസ് സെന്ററിന്റെ ആവശ്യകത അഭയത്തെ ബോധ്യപ്പെടുത്തിയ വർഷം കൂടിയായിരുന്നു 2020. അങ്ങനെയാണ് കാസർഗോഡ് നഗരത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ സ്ഥലത്തിനായുള്ള അന്വേഷണം ആരംഭിക്കുന്നതും 2020 അവസാനത്തോടുകൂടി ചെങ്കള പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഈ സ്ഥലം കണ്ടെത്തുന്നതും. 2021 ഫെബ്രുവരി 4 നിർമ്മാണത്തിൽ തുടക്കം കുറിച്ചു. അതേ വർഷത്തിൽ തന്നെ KS അബ്ദുൽ ആശുപത്രിയിലെ സൗകര്യങ്ങൾ 7 നിന്ന് 13 മെഷീനുകളായി ഉയർത്തുകയും ചെയ്തു. പാലിയേറ്റീവ് ഹോം കെയർ മേഖലയിലേക്ക് കൂടി അഭയത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ച വർഷം കൂടിയാണിത്. 2021 നവംബറിലാണ് മഞ്ചേശ്വരം താലൂക്കിലെ മംഗൽപാടി, കുമ്പള പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അഭയം പാലിയേറ്റീവ് കെയർ ആരംഭിക്കുന്നത്. പിന്നീട് പൈവളികെ, എൺമകജെ, പുത്തികെ പഞ്ചായത്തുകളിലേക്ക് കൂടി പ്രവർത്തനം വിപുലീകരിച്ചു. നഴ്സിംഗ്, ഫിസിയോതെറാപ്പി സേവനങ്ങളാണ് ഇതിന്റെ ഭാഗമായി നൽകുന്നത്. 2.5 വർഷത്തിനിടയിൽ 3500-ലധികം ഹോം കെയറുകൾ പൂർത്തിയാക്കി. നിലവിൽ 160ഓളം രോഗികൾ അഭയം പാലിയേറ്റീവിന്റെ ഭാഗമായുണ്ട്. 2021 നിർമ്മാണം ആരംഭിച്ച അഭയം ഡയാലിസിസ് സെന്റർ 2023 മാർച്ച് 16 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 12,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഈ കെട്ടിടത്തിൽ ഇപ്പോൾ 14 മെഷീനുകളിൽ 3 ഷിഫ്റ്റുകളിലായാണ് ഡയാലിസിസ് നടക്കുന്നത്. അടുത്ത ഘട്ടത്തിലേക്കായി 11 മെഷീനുകൾ കൂടി കൂട്ടിച്ചേർക്കാനുള്ള പ്രവർത്തികൾ ആരംഭിച്ചിട്ടുമുണ്ട്. ഇതേ സെന്ററിൽ പോളിക്ലിനിക് തുടങ്ങാനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുന്നു. സൗജന്യ നിരക്കിൽ OPD, ഫാർമസി, ലാബ് സേവനങ്ങൾ ഇതിലൂടെ ലഭ്യമാക്കും. മഞ്ചേശ്വരം താലൂക്കിലെ ഉപ്പളയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള ഏർലി ഇന്റർവെൻഷൻ സെന്റർ അഭയം ഈ വർഷം തുടങ്ങാനിരിക്കുകയാണ്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, സൈക്കോളജി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നീ വിഭാഗങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. രോഗത്തിന്റെ മുൻകരുതലായി
ഓരോ നാടുകളിലും സ്ക്രീനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കാനുള്ള സ്ഥിരം സംവിധാനവും 2024 തന്നെ അഭയത്തിന്റെ ആലോചനയിലുണ്ട്. 2018 നിന്ന് 2024 എത്തി നിൽക്കുമ്പോൾ ആദ്യ ദിവസങ്ങളിലെ ദീർഘവീക്ഷണം കൊണ്ട് യാഥാർത്ഥ്യമായതല്ല ഇന്നത്തെ അഭയം. രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും അവർക്ക് ചെന്നുമുട്ടാൻ മറ്റൊരു വാതിൽ നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അനിവാര്യമായി സംഭവിക്കപ്പെട്ടതാണിത്. പുതിയൊരാൾക്ക് അവസരം കിട്ടാൻ നിലവിലുള്ള ഒരാൾ മരിച്ചേ തീരൂ എന്ന് പറയാൻ ഒരുക്കമല്ലാതിരുന്നതുകൊണ്ടാണ് കഴിഞ്ഞ 4 വർഷങ്ങളായി വെയിറ്റിംഗ് ലിസ്റ്റില്ലാത്ത സംവിധാനമായി അഭയം പരിണമിച്ചത്. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നാണയത്തൊട്ടുകളും സുമനസ്സുകളായ മനുഷ്യരുടെ തുറന്നുവെച്ച മടിശീലയും നമുക്കിവിടെ കാണാം. ഇവരൊക്കെയും ചേർന്ന് സ്നേഹം കൊണ്ട് നിർമ്മിച്ച ചരിത്രത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിൽ. കേവലം ഒരു സ്ഥാപനം എന്നതിനപ്പുറത്ത് മികച്ച സൗകര്യങ്ങളും ഹൃദയം തൊട്ടുള്ള പരിചരണവുമാണ് അഭയം മുന്നോട്ട് വെക്കുന്ന ആശയം. ഇന്ന് ഡയാലിസിസിന് പുറമെ രക്തപരിശോധനയും ഡോക്ടർ കൺസൾട്ടേഷനും ഭക്ഷണവും അഭയത്തിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്നു. സങ്കടങ്ങൾക്കും നിരാശകൾക്കും മീതെ അവരിൽ ആത്മവിശ്വാസം നിറക്കാൻ ഇവിടെയുള്ള ഓരോ മനുഷ്യരും പ്രതിജ്ഞാബദ്ധരാവുന്നു. സ്വന്തം വീട്ടിലൊരാൾക്കാണ് രോഗാവസ്ഥയെങ്കിൽ ലഭിക്കാവുന്ന അതേ പരിഗണനയാണ് അഭയം ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന കരുതൽ. കാഴ്ചയിലും അനുഭവത്തിലും ഒരു വീട് പോലെ തോന്നിക്കുന്ന ഇടമാണിത്. രോഗികളുടെ ജന്മദിനം ആഘോഷിച്ചും കുടുംബസംഗമങ്ങൾ സംഘടിപ്പിച്ചും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളെ സ്നേഹം കൊണ്ട് പകരം വെക്കാനുള്ള നിയോഗം അഭയത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.